പക്ഷെ കേരള പോലീസിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് ചിന്തിച്ചില്ലേ? റിയൽ സ്റ്റോറിയാണത് ആക്ച്വലി. ഇതൊരു റിയൽ സ്റ്റോറിയുടെ ഇൻസ്പിറേഷനാണ്. നടന്ന സംഭവമാണ് കേരളത്തിൽ. ജാവ 2 ഡിസ്കഷനിൽ ഇരിക്കേണ്ടെന്നൊക്കെ എനിക്ക് തോന്നണം. എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽ അറിയില്ല. അഭിനയത്തിൻ്റെ കാര്യം പറയാനില്ല. എനിക്ക് ആ ഹൈപ്പർ സീനുകളിലൊക്കെ എൻ്റെ നെഞ്ച് കാളിപ്പോയി. എൻ്റെ കൂടെ അഭിനയിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ അങ്ങനത്തൊരു ഡിപ്പോ എന്ന് പറഞ്ഞിട്ട് ഒരു സാധനമുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു റേസിങ് കഴിഞ്ഞിട്ട് പോയപ്പോൾ നോൺ ആക്ടർ എന്ന് എനിക്ക് പറയാൻ പറ്റുന്ന ഒരു നടനാണ്. ഞാൻ പറയത്തില്ല, പക്ഷെ എൻ്റെ ഉള്ളിൽ അത് തോന്നൂല. റീല് കട്ട് ചെയ്തിട്ട് പറയാൻ അറിയില്ല. പക്ഷെ അത് പറഞ്ഞിട്ട് പോയാൽ ഞാനൊരു ഓഡീഷൻ ഒരു സമയത്തുണ്ട് അവളുടെ മുമ്പ് വെച്ചിട്ട് വേണം ആരോടും ചാറ്റ് ചെയ്യാം. സീരിയസ്ലി നിങ്ങൾ ഞെട്ടും. ജാമ്യം ഇത് സത്യം. എങ്ങനെയോട് പറഞ്ഞത് എനിക്കറിയില്ല. എന്തായാലും ഇന്ന് തന്നെ പോയിട്ട് കുറച്ച് യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിൽ റീല് കട്ട് ചെയ്തു. നമുക്ക് നിന്നെ കിട്ടാതെ പോയിരുന്നു. അതല്ല അതിന്റെ പോയിന്റ് ആക്ച്വലി. നമ്മളെന്താ മൂളന്മാരാണോ? വഴി കിടക്കുകയാണോ? ഈ പിടിച്ചുകൊണ്ട് വന്നു ഇരിക്കണോ? പിന്നെ എന്തായാലും ഈ പോർഷൻ റീല് കട്ട് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ കൊളാബ് ഇട്ട് തരാം. യുവനടൻ ഷെയ്ൻ നിഗത്തെ സിനിമയിൽ കൂടെ നിന്ന് ചതിച്ച കുറച്ച് ആളുകളിൽ ഒരാളെ കിട്ടിയിട്ടുണ്ട്. ആക്ടർ വിനോദ് ബോസ്. നമസ്കാരം. നമസ്കാരം. എന്തിനാ നിങ്ങൾ ഈ ഷെയ്ൻ നിഗത്തെ കൂടെ നിന്ന് ചതിക്കുന്നതിന് കൂട്ടുന്നത്? എന്താ ചെയ്യാതൊരു എന്നെ കണ്ടപ്പോൾ ഇങ്ങനെ ചതിനായിട്ട് തോന്നിയിട്ടാണോ എന്ന് ഞാൻ ഡയറക്ടറോട് ചോദിച്ചു. പറഞ്ഞു ഡയറക്ടർ എന്നോട് പറഞ്ഞു അങ്ങനെ പെട്ടെന്ന് തോന്നാത്ത ഒരാളായിരിക്കണം, അങ്ങനെയാണ് വിനോദേട്ടനിലേക്ക് എത്തിപ്പെട്ടതെന്ന് എന്നോട് പറഞ്ഞു. കൂടെ നിന്ന് ചതിച്ചല്ലേടാ എന്ന് ചോദിക്കുന്ന ഒരു ഡയലോഗ് ഉണ്ട്. കോൺസ്റ്റബിൾ ബിബീഷ്. ദൃഢം OTT-യിൽ ഇറങ്ങിയതിനു ശേഷം എനിക്ക് തോന്നുന്നു തിയേറ്ററിൽ വന്നതിനേക്കാൾ ചർച്ചയായത് OTT-യിൽ വന്നതിന് ശേഷമാണ്. തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയയിലൊക്കെ ദൃഢത്തിന്റെ റീലുകൾ കടന്ന് തകർക്കുകയാണ്. എനിക്ക് തോന്നുന്നു വിനോദേട്ടൻ ചെയ്തിട്ടുള്ള കുറെ, ഇപ്പൊ എത്ര സിനിമയാണ് ദൃഢം? എൻ്റെ 20ാമത്തെ പടമാണ്. എത്ര പോലീസ് വേഷമുണ്ട് അതിനകത്ത്? 8-9 പോലീസ് വേഷങ്ങളുണ്ട്. 20 പടം ചെയ്തതിൽ 9 പോലീസ് വേഷങ്ങളാണ്. എനിക്ക് തോന്നുന്നു SI ആവാൻ ആഗ്രഹിച്ച ഒരു ചെറുപ്പം. അതെ. SI ആകാൻ പറ്റാത്തത് കൊണ്ട് ദൈവം അറിഞ്ഞ നീ അങ്ങ് പോലീസ് വേഷം ഇട്ടു എന്ന് പറഞ്ഞാണ്. അത് ഇപ്പോഴത്തെ ഒരു മെയിൻ പരിപാടിയാണല്ലോ മാനിഫെസ്റ്റേഷൻ. അത് അതിനൊക്കെ മുമ്പ് നമ്മുടെ മാനിഫെസ്റ്റേഷൻ എന്നുള്ള വാക്കൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയത് ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നത്. അതിന് മുമ്പ് നമുക്ക് വിഷ്വലൈസേഷൻ എന്നൊക്കെ പറഞ്ഞ് ഞാൻ യോഗയും കൂടെ ചെയ്യുന്ന ഒരാളാണല്ലോ. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആഗ്രഹിച്ചതൊക്കെ നടക്കുന്നുണ്ട് എന്ന് പറയുന്നൊരു സാധനം ലൈഫിലുണ്ട് ആക്ച്വലി. അതിൽ പോലീസും വരുന്നു എന്നുള്ള. ഇപ്പോൾ പണ്ടൊക്കെ പോലീസ് വേഷം ഇടാൻ കുറേ കൊതിച്ചിട്ടുണ്ട്. ഇപ്പം പൃഥ്വിരാജിൻ്റെ സത്യം എന്ന് പറയുന്ന സിനിമ, വർഗം, ഇതൊക്കെ ഞാൻ എത്രയോ തവണയായിട്ട് കണ്ടിട്ടുണ്ട്. ഈവൻ ദിലീപേട്ടൻ പോലീസ് വേഷത്തിൽ വന്ന റോളുണ്ടല്ലോ, കോമഡിയാണ് സബ്ജക്റ്റ്, കാവ്യമായിട്ടുള്ളൊരു സ്റ്റോറി, ഇൻസ്പെക്ടർ ഗരുഡ്. അതിന്റെ പിക്കൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ട് ഞാൻ ബുക്കൊക്കെ പൊതിഞ്ഞിട്ടുണ്ട്. പോലീസ് വേഷത്തോട് അത്ര ഒരു ക്രേസ് ഉണ്ടായിരുന്നു എനിക്ക്. പിന്നീട് നമ്മൾ അതിലേക്ക് അറിയാണ്ട് തന്നെ എത്തിപ്പെടുകയാണ് ചെയ്ത. ഓപ്പറേഷൻ ജാവയാണ് എനിക്കൊരു പോലീസ് വേഷത്തിലേക്ക് എത്തിപ്പെടുന്നത്. ജാവ മുതൽ പിന്നെ എനിക്ക് തോന്നുന്നു ദൃശ്യം 2, പിന്നെ ഇപ്പോൾ ഇറങ്ങാനുള്ള പടം ആബേൽ, അതൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം തന്നെ പോലീസ് വേഷങ്ങളാണ്. അത് നമ്മൾ ആഗ്രഹിച്ചതിലേക്ക് എത്തിപ്പെടുന്നു എന്ന് ഭയങ്കര ഇഷ്ടമാണ്. കോൺസ്റ്റബിൾ മുതൽ SP വരെ ചെയ്തു. DYSP വരെ ചെയ്തു. DSP ഇതിനകത്തായിരുന്നു ജയ് ഗണേഷ് DYSP ആയിരുന്നു. ഓക്കെ. പടം OTT വന്നതിന് ശേഷം കുറെ ട്രോളുകൾ വന്നല്ലോ. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം കൃഷ്ണേട്ടൻ വിളിച്ചെടുത്ത കൃഷ്ണേട്ടൻ. ഇന്ന് രാവിലെ റീല് കണ്ടു. ഒരു പയ്യൻ ചെയ്യണം, കൃഷ്ണേട്ടൻ ഞാൻ ഒന്ന് ടോയ്ലറ്റിൽ പോയിക്കോട്ടെ, അങ്ങനെ വരെ എന്നെ ഒത്തിരി അങ്ങനത്തെ കുറച്ച് കൂടുതൽ സമയം കൃഷ്ണേട്ടാന്ന് വിളിക്കുന്നത്. അത് നല്ല രീതിയിൽ അത് സോഷ്യൽ മീഡിയ അത് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അല്ലേ, കൃഷ്ണേട്ടന്റെ കൂടെ കൃഷ്ണേട്ടാന്ന് വിളിച്ചിട്ട് അവസാനം കൃഷ്ണേട്ടാന്ന് പറയുന്ന ഒരു സാധനം. എനിക്ക് തോന്നുന്നേ ഈ മറ്റേ നിങ്ങളുടെ വണ്ടിയുടെ ലൈറ്റ് കണ്ടു, നിങ്ങൾ രണ്ടുപേരുമാണ് ഇതിന്റെ പ്രതികളെന്ന് SI തിരിച്ചറിഞ്ഞ് നിങ്ങളോട് പറയുന്ന ഒരു നിമിഷത്തിൽ നിന്ന് പുള്ളിയുടെ ഫോൺ ഇങ്ങനെ തട്ടിപ്പിടിച്ച് എറിയുന്ന ആ ഒരു സാധനമുണ്ട്, ആ ട്വിസ്റ്റ് സാധനം. ഈ സാധനമൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു. ഇത് എങ്ങനെ വർക്കാവും തിയേറ്ററിൽ വരുമ്പോൾ, അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് വരുമ്പോൾ? അതിൽ കൂടുതൽ എനിക്ക് തോന്നുന്നത് ഞങ്ങളെക്കാൾ കൂടുതൽ ഡയറക്ടർ മാർട്ടിൻ അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നിരിക്കും. അവനത് മിടുക്കനായിട്ടുള്ള സംവിധായകനാണ്. സാറിൻ്റെ ശിഷ്യനാണ്, മിടുക്കനായിട്ടുള്ള സംവിധാനം. അവൻ പറയും ഇന്ന എക്സ്പ്രഷനാണ് ഇടേണ്ടത്. ഇപ്പം എനിക്ക് 2 രീതിയിലാണ് എക്സ്പ്രഷൻ ഇടുക. എന്നെ വലിച്ച് ഫ്രണ്ടിലേക്ക് ഇടുന്ന സമയത്ത് എനിക്ക് വേണമെങ്കിൽ ഒരു മാസ് പരിപാടി ഇടാം അല്ലെ. ഇപ്പോൾ ദിനേശേട്ടൻ്റെ ഒരു എൻട്രി പോലത്തെ അങ്ങനെ കുറച്ചു നേരം തിരിഞ്ഞു നിന്നിട്ട് പയ്യെ വേണേൽ തിരിയാം അല്ലേ, മുസാഫിർ അങ്ങനെ വേണേൽ തിരിയാം.
പക്ഷേ അങ്ങനെയല്ല. എന്നോട് പറഞ്ഞു വിനോദേട്ടൻ അപ്പോഴും അതെ ഇതില്ല, ഇതെന്ത് പരിപാടിയാണ് സാറ് കാണിക്കണമെന്നുള്ള മൈൻഡിലേ നിൽക്കാവുള്ളൂ. അപ്പോൾ മാറ്റിന് നല്ല ധാരണയുണ്ട് എവിടം തൊട്ടാണ് ഇതിൻ്റെ ഒരു കളം മാറുന്നത്. അത് ദിനേശ് ചേട്ടൻ്റെ എൻട്രിലോട്ടാണ് ഇതിൻ്റെ ഒരു കളം മാറുന്നത്. മാറ്റിൻ്റെ ബ്രെയിനിൽ ഉള്ളതുകൊണ്ടാണ് അത് കറക്റ്റ് വർക്കായി. കാരണം ആരും പ്രതീക്ഷിക്കുക നിങ്ങളത് ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷെ പൊളിഞ്ഞു പോയതിനെ. നിങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല കേട്ടോ, ആയിരിക്കാം. ദിനേശ് ചേട്ടനും കൂടി വന്ന് ആ ഫോൺ എൻട്രി ആകുമ്പോൾ ഇയാളും അപ്പോഴും അവരുടെ എക്സ്പ്രഷൻ, ഞങ്ങൾ രണ്ടുപേരും പിടിക്കുമ്പോഴും മറ്റവരുടെ എക്സ്പ്രഷൻ ഇതെന്ത് പരിപാടിയാണ് സാറ് ഇവന്മാർ എന്നുള്ളൊരു എക്സ്പ്രഷനിലാണ് നിൽക്കണേ. അല്ല ഇപ്പം നന്ദനുണ്ണിനെ അത് പിടിക്കുമ്പോഴും എൻ്റെ എക്സ്പ്രഷനും ഇങ്ങനെയാണ്, അത് എന്താ പരിപാടി എന്നുള്ള രീതിയിൽ. അല്ലേ നിങ്ങളെന്താ ഈ മറ്റേ 2 പോലീസുകാരെ കൂടെ കൂട്ടാൻ? ഏതാ വേണ്ടാന്ന് വെച്ചാൽ അവർക്ക് റെസ്റ്റ് എടുക്കട്ടെ. എന്തിനാ എല്ലാവരെയും കൂടെ? കിട്ടിയ പൈസയൊക്കെ എവിടെയാണ്? കൊള്ളയടിച്ച പൈസയൊക്കെ അവിടെ കൊണ്ടുവരും എല്ലാം ഞാൻ സ്വിസ് ബാങ്കിൽ കുറച്ച് ആ ഷെയിനോട് കൊടുത്തിരുന്നെങ്കിൽ ഈ പ്രശ്നമല്ലോ ഉണ്ടാവുമായിരുന്നു തുടക്കത്തിൽ. നിങ്ങൾ പറഞ്ഞല്ലേ മര്യാദയ്ക്ക് ഷൈനെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ഡീൽ ചെയ്യാം, നമ്മുടെ കൂടെ നിൽക്കുന്ന കൃഷ്ണേട്ടൻ റിപ്പോർട്ട് ചെയ്താൽ മതിയാവുള്ളൂ. അവന് കൃഷ്ണേട്ടൻ പറഞ്ഞാൽ മതിയായിരുന്നല്ലോ, ഫയലുകളൊക്കെ ചെന്നിലെടുത്ത് പോയി അത് വാങ്ങാൻ പൈസ ഇല്ലാത്തതുകൊണ്ട്. ഫസ്റ്റ് പോലീസ് വേഷം ഏതായിരുന്നു? ഓപ്പറേഷൻ ജാവ. ഓപ്പറേഷൻ ജാവ തരുൺ ചേട്ടൻ തന്ന പുള്ളിയാണ് എനിക്ക് എൻ്റെ അന്നദാതാവ് എന്ന് വേണം പറയാം. സിനിമയിൽ നിന്ന് എനിക്ക് പേയ്മെന്റുകൾ നല്ല രീതിയിൽ കിട്ടി തുടങ്ങിയതൊക്കെ ജാവയ്ക്ക് ശേഷം. പക്ഷേ ഇപ്പൊ ഒരു പോലീസ് പടം ചെയ്തിട്ട് തരുൺ വിളിച്ചില്ലല്ലോ. എപ്പോഴെങ്കിലും വിളിക്കുമെന്നൊരു പ്രതീക്ഷയിലാണ് ഇരിക്കണേ. അത് ഞങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഉണ്ടെങ്കിൽ വിളിക്കടാ എന്ന് പറയുന്നൊരു വാക്ക് എപ്പോഴും തന്നിട്ടുണ്ട്. നിനക്കുള്ളത് പക്ഷെ എന്നെ തുടരൂലൊക്കെ ഡബ് ചെയ്യാൻ വിളിച്ചിരുന്നു. ഞാൻ ഡബ്ബിങ് ആർട്ടിസ്റ്റും കൂടെ ആട്ടോ. ഡബ് ചെയ്യാൻ വിളിച്ചിരുന്നു. ആ സമയത്ത് ഞാൻ നരിവേട്ട ചെയ്യണോണ്ട് എനിക്ക് പോകാൻ പറ്റാത്ത. ഓപ്പറേഷൻ ജാവയിൽ എനിക്ക് എൻ്റെ ക്യാരക്ടറിനല്ലാതെ ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട്. വേറെ ക്യാരക്ടേഴ്സിനെ ഡബ് ചെയ്തിട്ടുണ്ട്. റിപ്പോർട്ടറുടെ വോയിസൊക്കെ എൻ്റെയാണ്. തിരുവനന്തപുരത്ത് നിന്നും എന്നൊക്കെ പറഞ്ഞിട്ട് സാധനം അതൊക്കെ എൻ്റെ വോയിസാണ്. അപ്പോൾ ഇതിലും ഡബ്ബിങ് ഒക്കെ ഉണ്ട് വിളിക്കും. പിന്നെ റോൾസ് ഞാൻ എല്ലാ പടം വരുമ്പോഴും ഒന്ന് ഓർമ്മിപ്പിക്കും, ഞാനിവിടെ ഉണ്ട്, അപ്പോൾ ഉണ്ടെങ്കിൽ വിളിക്കാടാന്നൊരു വാക്കുണ്ട്. പുതിയ പടത്തിൽ ഓർമ്മിപ്പിച്ചോ? ഞാൻ പിന്നെ അതിന് എനിക്കൊരു ചമ്മലില്ല. ഞാൻ ചോദിക്കും അത് പറഞ്ഞു അല്ല ഉണ്ടെങ്കിൽ വിളിക്കാടാ, അതുണ്ടല്ലോ, ആ വാക്ക് അവിടെ ഉണ്ട്. പുള്ളി ജെനുവിൻ മനുഷ്യനാണ്. ഞങ്ങൾ ഒരുമിച്ചൊരു ആക്ടിങ് വർക്ക്ഷോപ്പിൽ നിന്ന് പരിചയപ്പെട്ട ആളുകളാണ്. ശ്രീകാന്ത് മുരളിച്ചേട്ടൻ എൻ്റെ ഒരു ഗുരുസ്ഥാനിയാണ്. അദ്ദേഹം എന്നെ കൊണ്ടൊരു ആക്ടിങ് വർക്ക്ഷോപ്പ് ഇട്ടു, കാശ്മീർ പെർഫെക്റ്റ് എന്ന് പറഞ്ഞൊരു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അഭിനയം പഠിക്കാൻ വന്ന അല്ലെങ്കിൽ ഒരു ആക്ടിങ് വർക്ക്ഷോപ്പിൽ ഉണ്ടായിരുന്ന ആളുകളിൽ ഒരാളാണ് തരുൺ ചേട്ടൻ, ഒരാളാണ് അരുൺ ബോസ് ചേട്ടൻ. അരുൺ ബോസാണ് ലൂക്ക് ചെയ്ത ആൾ. ഈ തുടരും കണ്ടപ്പോഴേ ഇതിലേതെങ്കിലും ഒരു വേഷം എനിക്കിത് കൊള്ളാമായിരുന്നു? തീർച്ചയായും. ഏതാന്ന് ഞാൻ പറയണ്ടല്ലോ. തീർച്ചയായിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട്, എനിക്ക് തന്നായിരുന്നെങ്കിൽ എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്, എനിക്കും ചെയ്യാമായിരുന്നു എന്നൊക്കെ തന്നെ. പക്ഷെ ഞാൻ അത്രത്തോളം ഒരു ഫെമിലിയർ ഫേസ് അല്ല ആ സമയത്തും. അതുകൊണ്ട് എനിക്കത് ചോദിക്കാനും മടിയാ. പക്ഷെ എൻ്റെ ഉള്ളിലൊക്കെ ഫഹദിൻ്റെ അനിയൻ ചെയ്ത ക്യാരക്ടറൊക്കെ എനിക്ക് ചെയ്താൽ കൊള്ളാമെന്ന് തീർച്ചയായിട്ടും ആഗ്രഹം ഉണ്ടായിരുന്നു. തന്നായിരുന്നെങ്കിൽ വില്ലല്ലൊന്നും എനിക്ക് പിടിക്കില്ലല്ലോ. അല്ല എനിക്ക് ആ റോളൊക്കെ എനിക്ക് ചെയ്യാമായിരുന്നു എന്ന് എനിക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, അദ്ദേഹം ഫെമിലിയർ ആണ്, കുറച്ചും കൂടെ റീച്ചുള്ള ആളാണ്. അങ്ങനെയൊക്കെ ഉണ്ടാവും. ഓക്കെ. എപ്പോഴെങ്കിലും പിന്നെ തരുൺമൂർത്തിയെ കാണുമ്പോൾ ആവേശം, തരുൺ ചേട്ടാ ആവേശം ഇല്ല, അത് കഴിഞ്ഞു പോയല്ലോ. അല്ല ചെയ്യാൻ എനിക്ക് ആഗ്രഹം ഉണ്ടെന്ന് ഞാൻ അങ്ങനെ പറഞ്ഞില്ല, ഞാൻ പറയത്തില്ല. പക്ഷെ എൻ്റെ ഉള്ളിൽ അത് തോന്നൂല. റീല് കട്ട് ചെയ്തിട്ട് തരുൺമൂർത്തിയെ മെൻഷൻ ചെയ്ത് ഇൻസ്റ്റാഗ്രാം ഇടുക. അങ്ങനെ ചിലപ്പോൾ അങ്ങനെ ഒരു ഇതുപോലെ ഒരു കോൺവെർസേഷൻ ഇരുന്നാൽ ചിലപ്പോൾ ഞാൻ പറയായിരുന്നു എനിക്ക് ആ വേഷം തന്നായിരുന്നു ഞാൻ ചെയ്തേനെന്ന് പറയായിരിക്കും. ഇത് തിരക്കല്ലേ, ഇപ്പം ബിസി മാനായി നമ്മളിപ്പം. ഷെയ്നിന്റെ കരിയറിൽ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള എന്നാൽ ഒരുപാട് നല്ല സിനിമകൾ ചെയ്തിട്ടുള്ള ഒരാളാണ്. അതെ, ഷെയ്നുമായിട്ടുള്ള ഒരു ഡീലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ കേട്ടിട്ടുള്ളത് അങ്ങനത്തെ വാർത്തകളാണ്. എനിക്ക് നേരിട്ട് അതിനും ഒരു പരിചയമില്ലാത്ത ഒരാളാണ്. പക്ഷെ എനിക്ക് അബീക്കായിട്ട് ഒരു കണക്ഷൻ ഉണ്ട്. അബീക്ക പണ്ട് ഞാനൊരു സെയിൽസ്മാൻ ആയിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് എൻ്റെ അടുത്തൊരു സ്ഥിരം ഒരാൾ, ഒരു മിമിക്രി കലാകാരൻ വരുമായിരുന്നു. ആൾ ഈ ഇടയ്ക്ക് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് മരിച്ചുപോയി. സുരേഷ് പാല എന്ന് പറഞ്ഞിട്ട്. അപ്പം അദ്ദേഹം പണ്ട് ഫോണിലൂടെ അഭിനയിക്കാൻ എന്നെ പരിചയപ്പെടുത്തുകയും അന്ന് ഞാനിങ്ങനെ ഞാൻ അഭിനയം നോക്കിയാണ് ഇന്ന സീരിയലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അന്ന് അദ്ദേഹം എന്നോട് എടാ നമുക്കൊരു സാധനം ചെയ്യാം, നീ നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട്. അത് ഞാൻ ഫസ്റ്റ് ഞാൻ ഷൈൻ വന്നപ്പം ഷൈഖാൻ്റെ കൊടുത്തു ഒരു ഫ്രീ ടൈം കിട്ടിയപ്പോൾ ഞാൻ ഷൈനോട് ഫസ്റ്റ് പറഞ്ഞത് എനിക്ക് അഭിനയിക്കാൻ അറിയാം, ഞങ്ങളിങ്ങനെ അഭിക്കയുടെ നമ്പർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഷൈനോട് സംസാരിക്കണം. അപ്പോൾ അവൻ വലിയ കാര്യമായിട്ട് തന്നെ ഷൈനതിന് നല്ല രീതിയിൽ തന്നെ റെസ്പോണ്ട് ചെയ്തു. പിന്നീട് ത്രൂ ഔട്ട് നമ്മൾ ഒരുമിച്ചുള്ള അഭിനയമൊക്കെ പിന്നീടാണ് കുറച്ച് കൂടുതലായിട്ട് വന്നത്. ആ സമയത്തൊക്കെ നമ്മളോട് എല്ലാവരോടും, എന്നോട് മാത്രമല്ല എല്ലാവരോടും നല്ല ഫ്രണ്ട്ലിയാണ്. ഞങ്ങളുടെ കൂടെ യൂനോ കളിക്കാനിരിക്കും. പിന്നെ അദ്ദേഹത്തിന് ഒരു ക്യാറ്റ് ഉണ്ട്, ടൈഗർ ക്യാറ്റ്, ഭയങ്കര പെറ്റാണ് പുള്ളിയുടെ.
ആ പെറ്റുമായിട്ട് ഇങ്ങനെ നടക്കും. നല്ല നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരാളാണ്. അഭിനയത്തിന്റെ കാര്യം പറയാനില്ല. എനിക്ക് ആ ഹൈപ്പർ സീനുകളിലൊക്കെ എൻ്റെ നെഞ്ച് കാളിപ്പോയി. എൻ്റെ കൂടെ അഭിനയിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ ബിറ്റോ ഡേവിസ് ആണ്. പുള്ളിയോട് പറയും പേടിച്ചു പോരടാ ചങ്കനകത്തൊരു ഇടിപ്പ് എന്ന് പറഞ്ഞിട്ട് പോയൊരു സാധനമുണ്ട്. ഷൈൻ്റെ ഒരു റേസിങ് കഴിഞ്ഞിട്ട് പോയപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് പുള്ളി പറഞ്ഞിട്ട് പോയതാണ്. ഭയങ്കര ഒരു നല്ല ആക്ടറാണ്. ബോൺ ആക്ടർ എന്ന് എനിക്ക് പറയാൻ പറ്റുന്ന ഒരു നടനാണ് ഷൈൻ നിഗം. പിന്നെ നമ്മളോടൊക്കെ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എനിക്കറിയില്ല, നമ്മളെല്ലാവരും കേട്ടത് നേരിട്ട് അറിയില്ല, പക്ഷെ നമുക്ക് നേരിട്ട് അറിയാവുന്ന ഷൈൻ ഇപ്പം നല്ലൊരു വ്യക്തിയാണ്. ഈ ദൃഢത്തിന് ശേഷം ആരാധകരുടെ എണ്ണം കൂടിയോ? ആരാധകരല്ല, ഫോളോവേഴ്സ് ഒക്കെ കൂടിയിട്ടുണ്ട്. ആരാധകരെന്നല്ലോ അങ്ങനെ നമുക്ക് പറയാറായിട്ടില്ല. മെസ്സേജുകൾ വരും, ഒരുപാട് പേര് മെസ്സേജ് വരും. പിന്നെ ഈ പറഞ്ഞ നോർത്ത് ഇന്ത്യ എന്നൊക്കെ ഈ നമ്മുടെ OTT വന്നതിന് ശേഷം ഇന്ന് വരെ ഒരു അക്ഷരം പോലും മനസ്സിലാവാത്ത രീതിയിലുള്ള, വായിച്ചിട്ട് പോലും ഇല്ലാത്ത രീതിയിലുള്ള ലാംഗ്വേജ്, ഏത് ഭാഷയെന്ന് അറിയില്ല. ഞാൻ നേരെ ട്രാൻസ്ലേറ്ററിലേക്ക് ഇടും, എന്നിട്ട് റിപ്ലൈ കൊടുത്തു. അത് നല്ല പടമായിരുന്നു, പടം കണ്ടു, നന്നായിരുന്നു, നിങ്ങളുടെ ക്യാരക്ടർ അടിപൊളിയായിരുന്നു എന്നൊക്കെ പറയുന്ന കുറെ കമന്റുകൾ. ലേഡീസും ഉണ്ട്, ജെന്റ്സും ഉണ്ട്. അങ്ങനത്തെ കുറെ കമന്റുകൾ ഇല്ല, അതാണല്ലോ സ്വാഭാവികം. ആഗ്രഹം അതാണ്, പക്ഷെ കൂടുതൽ വരുന്നില്ല. കൂടുതൽ ലേഡീസ് വരട്ടെ. പ്രസവിച്ച് കിടക്കുന്നു ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും നോക്കാതിരിക്കില്ല. എന്തായാലും പടം നല്ല രീതിയിൽ OTT പോകുന്നുണ്ട്. ഇനി ഒരു ക്ലീശേ ചോദ്യം ചോദിച്ചാൽ അവസാനിപ്പിക്കും. മലയാളത്തിൽ കൂടെ അഭിനയിക്കണം എന്നാഗ്രഹിക്കുന്ന നടി ആരാണ്? തീർച്ചയായിട്ടും അതിനകത്ത് ഒരു മുൻപിൽ നിൽക്കുന്ന ആള് ലാലേട്ടൻ, മോഹൻലാൽ സാർ. മോഹൻലാൽ സാറിന്റെ കൂടെ അഭിനയിക്കുന്ന ഭയങ്കര ആഗ്രഹമാണ്. മമ്മൂക്ക, അത് വലിയൊരു ആഗ്രഹം. പഠിച്ചു വെച്ചേക്കാണ്. അത് എന്നാന്നറിയില്ല, ഞാൻ ഇത് രണ്ടുപേരും സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞല്ല. എനിക്ക് ഒരു ആഗ്രഹം, എനിക്കിവരെ, ഞാൻ പുഴുവിൽ അഭിനയിച്ച ആളാണ്. പുഴുവിൽ എനിക്ക് ആ മമ്മൂക്കനെ കാണാൻ പറ്റിയില്ല. എൻ്റെ ആ സമയത്ത് എൻ്റെ ഷൂട്ടുള്ള ദിവസം മമ്മൂക്കയില്ല. പിന്നെ അതിന്റെ പൂജയും ഇതൊക്കെ നടന്നു. എൻ്റെ ഒരു പുഴുവിലെ അല്ല, പുഴുവിൽ ആകെ ഒരു പോലീസുകാരനുള്ളൂ. അത് ഞാൻ ചെയ്തേക്കണം എന്നാണ് എനിക്ക് തോന്നണേ. അതെ, ഞാൻ മാത്രമേ ഉള്ളൂ അതിനകത്ത് SI ക്യാരക്ടർ ചെയ്തേക്കുന്നത്. CI സെറ്റിൽ ചെയ്ത് വിടുന്നത് ആ ക്യാരക്ടർ. എനിക്ക് ഓർമ്മയുണ്ടോ നിങ്ങളാ ചെയ്തത്? അത് ഞാനാ ചെയ്തത്. അതെനിക്ക് ബിനുചേട്ടൻ, ബിനു പപ്പു ജാവ കഴിഞ്ഞപ്പോൾ എനിക്ക് വിളിച്ചത്. ഒരു പരിപാടിയുണ്ട് ഇങ്ങനെ, ഒറ്റ ഒരു 2 മണിക്കൂറത്തേക്ക് ഷൂട്ട്. ബിനുചേട്ടനെ തുടരിലും വിളിക്കായിരുന്നു, അരുൺമൂർത്തി മറന്നു പോയാലും ബിനുചേട്ടനെ വിളിക്കായിരുന്നു. ഞാൻ വിളിക്കുന്നുണ്ട്, ബിസി അല്ലേ. ബിനുചേട്ടൻ പടം ചെയ്യുന്നുണ്ടോ തോന്നല്ലേ? ബിനുചേട്ടന്റെ സ്ക്രിപ്റ്റില് തരുൺ ഡയറക്ട് ചെയ്യാൻ പറഞ്ഞു. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് കഴിയുമ്പം ലാലേട്ടന്റെ പടം കഴിഞ്ഞിട്ടൊക്കെ ഉണ്ടാവുള്ളൂ. ജാവ 2 ഡിസ്കഷനിൽ ഇരിക്കണ്ടെന്നൊക്കെ എനിക്ക് തോന്നണം, എനിക്ക് അതിന്റെ ഡീറ്റെയിൽ അറിയില്ല. അപ്പോൾ അങ്ങനെ ഇപ്പം ലാലേട്ടൻ്റെ കൂടെ ദൃശ്യം ചെയ്തപ്പോഴും കണ്ടില്ല. അങ്ങനെ മമ്മൂക്കനെ പിന്നെ ഞാൻ വേറൊരു സ്ഥലത്ത് ലൊക്കേഷനിൽ വെച്ച് കണ്ടു. ലാലേട്ടനെ ഇപ്പം ദൃശ്യത്തിൻ്റെ പ്രൊമോഷൻ അവർ ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള ഇത് ട്രെയിലർ റിലീസിൻ്റെ അന്ന് ഞാൻ അവിടെ പോയി. അന്ന് ഞാൻ കണ്ടു. അല്ലാണ്ട് എനിക്ക് സംസാരിക്കാനൊന്നും. ദൃശ്യം 3 വേണമെങ്കിൽ ഈ ടൈലറാക്കിയവരെയൊക്കെ വിളിച്ചൊരു ചോദ്യമൊക്കെ ചെയ്യാറുണ്ട്. അല്ല, ഞാൻ അതിനകത്ത് വേറൊരു സാധനം ജിത്തു സാറിന്റെ മോളോട് പറഞ്ഞായിരുന്നു. ഞാൻ എന്തായാലും കുഴികുത്തിയ ആളാണല്ലോ, എന്ത് ഷേപ്പുള്ള സാധനം കണ്ടാലും വീട്ടിലെടുത്തോണ്ട് പോകുന്ന ഒരാളാണ് ഞാൻ എന്നങ്ങ് വിചാരിക്കും. ഞാനൊരു പീസ് എടുത്ത് പോക്കറ്റിൽ, അസ്ഥിയുടെ ഒരു പീസ് എടുത്ത് പോക്കറ്റിലിട്ടുണ്ട്. ഞാനത് തെളിവായിട്ട് കൊണ്ടുവന്നു. ഞാൻ അന്ന് അവിടെ നിന്ന് എടുത്താന്ന് പറഞ്ഞു കൊണ്ടുവന്നു. പിടിച്ചൂടെ എന്ന് ചോദിച്ചു. മോൾ എന്നോട് പറഞ്ഞു അസ്ഥിക്ക് സ്കോപ്പ് ഇല്ല ചേട്ടാ. മോള് ദൃഢത്തിന്റെ ചീഫായിരുന്നു, അസോസിയേറ്റ് ആയിരുന്നു. അപ്പോൾ മൂത്തയാള് കാത്തറി. അപ്പോൾ കാത്തിയോടാണ് ഞാൻ, കാത്തിന്ന് ഞങ്ങൾ വിളിക്കുന്നത്. അപ്പോൾ കാത്തിയോട് ഞാനിങ്ങനെ സൂചിപ്പിച്ചു അസ്ഥിക്ക് സ്കോപ്പില്ല കേട്ടോ. അങ്ങനെ എന്റെ ഭാഗത്ത് എല്ലാ ശ്രമവും നടക്കുന്നുണ്ട് ദൃശ്യം 3 ഒന്ന് കയറാൻ വേണ്ടിട്ട്. അത് ഒരു ആ ശ്രമമുണ്ട്. അപ്പൊ എനിക്ക് ഈ ലാലേട്ടനെ മമ്മൂക്കനെ എനിക്ക് അവരുടെ കൂടെ അഭിനയിക്കണം എന്നൊരു ഭയങ്കര ആഗ്രഹം. ഈ ഓഡീഷനൊക്കെ പോകുന്ന സമയത്തെ, ഇപ്പൊ ഓഡീഷൻ ഒന്നും പോകാറില്ല. ഇപ്പൊ പോകാറില്ല, ആവശ്യമാണ് പോകട്ടോ. അപ്പം ഓഡിഷൻ മോശം പരിപാടിയല്ലല്ലോ. അല്ലെങ്കിൽ ആദ്യമേ പോകണം, അത്യാവശ്യം സിനിമ കിട്ടുമ്പോൾ പോകണ്ട, അങ്ങനെയൊന്നുമില്ല. ഇപ്പം ഏതെങ്കിലും ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ വിളിക്കാമല്ലോ. ഈ ഓഡീഷനൊക്കെ പോകുന്നതിന് മുമ്പ് തയ്യാറെടുപ്പുകളുണ്ടോ? ഓഡീഷന് പോകുന്നതിന് മുമ്പ് തയ്യാറെടുപ്പ്, കണ്ണാടിയുടെ മുമ്പിലൊക്കെ കണ്ണാടി ഞാൻ എപ്പോഴും പ്രാക്ടീസ് ചെയ്യണം. മിറർ പ്രാക്ടീസ് ഉണ്ട്. പിന്നെ ഈ പ്രത്യേകിച്ച് ഇന്നത് അഭിനയിച്ചിട്ട് പോകണം, അല്ലെങ്കിൽ ഇന്നത് പോയി അഭിനയിക്കണം എന്നുള്ള പ്ലാനിങ് ഒന്നും. മിക്കപ്പോഴും ഓഡീഷൻസിന് ചെല്ലുമ്പോൾ, ആദ്യകാലം തൊട്ടേ ഓഡീഷൻസിന് ചെല്ലുമ്പോൾ അവർ തന്നെ നമ്മളോട് ഇങ്ങനെ ഒരു സാധനം ചെയ്യുക, ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറയാം. അല്ല, ഞാൻ അവരോട് ചോദിക്കും നിങ്ങൾ എന്തെങ്കിലും പറയാമോ അത് ചെയ്യാൻ, അങ്ങനെയെങ്കിൽ പറയും. പ്രാക്ടീസ് ചെയ്തു പോയ ഒന്നുമില്ല. പിന്നീട് എനിക്ക് ഒരു അഫെയർ ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ ഞാനൊരു ഓഡീഷൻ
ഒരു സമയത്തൊന്നും ആ, ആ, okay. ആ സമയത്തൊന്നും. അപ്പം ഞാൻ ഓഡീഷൻ ഇങ്ങനെ നിൽക്കുമ്പോൾ കയറി നിൽക്കുകയാണ്. അപ്പം എല്ലാവരും താഴെ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പം അതുവരെ എനിക്ക് ഓഡീഷൻസിന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ കൈയ്യടി കിട്ടിയ ഓഡീഷനാണ്. അപ്പോൾ എന്നോട് ചോദിക്കുന്നു, താങ്കൾക്കൊരു അഫെയർ ഉണ്ടെന്ന് വിചാരിക്കും. പോയിട്ട് ഒരാഴ്ചയായുള്ള സമയം ഞാൻ പൊളിഞ്ഞിരിക്കുകയാണ് ഇങ്ങനെ. ഞാൻ പറഞ്ഞു ഓക്കെ. ആ കുട്ടിയെ നിങ്ങൾ ആ കുട്ടി തെച്ചിട്ട് പോയി. അപ്പം അന്ന് തേപ്പ് എന്നുള്ള വാക്കുകളൊക്കെ വരുന്ന സമയം ഞാൻ പറഞ്ഞു ഓക്കെ, അത് സംഭവിച്ചേക്കാണ്. നിങ്ങൾ ആ കുട്ടിയെ പിടിച്ചോണ്ട് വന്നേക്കുക, റിവഞ്ച് ചെയ്യാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ എന്നിട്ട് അത് ചെയ്ത് കാണിച്ചിട്ട് എനിക്ക് ഭയങ്കര കേടിയായിരുന്നു. ഒറ്റയ്ക്കാണല്ലോ ചെയ്യുള്ളൂ. ഇതിൻ്റെ രാവണനാണോ ഞാൻ? ഇല്ല, ഞാൻ ഒറ്റയ്ക്ക് തന്നെ. ഒറ്റയ്ക്കെന്ന് പറഞ്ഞാൽ ഞാൻ ആ ഒരു സംഭവം ചെയ്തു. അത് ഞാൻ പല സ്ഥലത്തും അപ്ലൈ ചെയ്യാറുണ്ട്. ആ ഓഡീഷൻ, ആ ഒരു സാധനം മാത്രം ഞാൻ പല സ്ഥലത്തും അഭിനയിച്ച് കാണിക്കും. അല്ല, അങ്ങനെയില്ല. ഈ സാധനം ഈ സാധനം നമുക്ക് ഉള്ളിൽ നിന്ന് ചെയ്യാൻ പറ്റും. അതൊക്കെ എനിക്ക് ഉപകാരപ്പെട്ടിട്ടുള്ളൂ. അപ്പൊ അതൊക്കെ ഞാൻ ചെയ്ത് കാണിച്ചാ. ഞാൻ ആക്ച്വലി ഇങ്ങനെ ഇരുന്നിട്ട് പറഞ്ഞു, എനിക്കൊരു അഫെയർ ഉണ്ടായിരുന്നു. എനിക്കൊരു കുട്ടിയെ ഭയങ്കര ഇഷ്ടമായിരുന്നു. എല്ലാവർക്കും പ്രേമമുണ്ടല്ലോ, അതുപോലെ എനിക്കൊരു പ്രേമം ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അവളെ. അപ്പോൾ ഒരു ദിവസം ഞങ്ങളിടയ്ക്ക് കറങ്ങാനൊക്കെ പോകും. ബിരിയാണി ആൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഫുഡാണ്. അപ്പോൾ ഒരു ദിവസം ഞങ്ങളിങ്ങനെ വീട്ടിൽ പിടിച്ചപ്പോൾ അവൾ എന്തോ പാരസെറ്റാമോളോ അതൊക്കെ എടുത്ത് അവൾ കഴിച്ചിട്ട് അവളുടെ ആമാശയത്തിലൊരു ലെയർ പോവുകയൊക്കെ ചെയ്തു. അപ്പോൾ നമുക്ക് ബിരിയാണി ഒന്നും അങ്ങനെ കഴിക്കാൻ പാടില്ല, മസാല പ്രശ്നം. ഞങ്ങൾ ഹോട്ടലിൽ ഫുഡ് കഴിക്കാനൊക്കെ ചെല്ലുമ്പോൾ ഞാൻ സപ്ലയർ വിളിച്ചിട്ട് പറയും, സാറേ അല്ല ചേട്ടാ, ആൾക്ക് ആ മസാല ഒന്ന് കഴുകി കൊടുക്കും. അപ്പോൾ ബിരിയാണി വേണം താനും, പക്ഷെ മസാല കഴിക്കാനും പാടില്ല. അപ്പോൾ അങ്ങനെ കൊണ്ടു കൊടുക്കുമായിരുന്നു. പിന്നീട് ഒരു ദിവസം ഈ റോഡൊക്കെ നമ്മൾ ക്രോസ് ചെയ്യുമ്പോൾ ഞാനിങ്ങനെ ചേർത്ത് പിടിക്കും, കയ്യിലിങ്ങനെ ചേർത്ത് പിടിച്ചേ നടക്കുള്ളൂ. എനിക്കത് ഭയങ്കര എൻ്റെ ആണല്ലോ, എൻ്റെ പെണ്ണാണല്ലോ, ഞാനങ്ങനെ ചേർത്ത് പിടിച്ചേ കൊണ്ടു നടക്കുക. ഒരു ദിവസം അവൾ വിളിച്ചിട്ട് എന്നോട് പറയാം, ബ്രേക്കപ്പ് എന്ന്. ഈ ബ്രേക്കപ്പ് എന്ന് പറയുമ്പോൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഇങ്ങനെ നടന്നിട്ട് ഒരുത്തിക്ക് ഒരാൾ വേണ്ടാന്ന് വയ്ക്കുമ്പോൾ പറയേണ്ട വാക്കാണോ ബ്രേക്കപ്പ്? ആരോടാ ബ്രേക്കപ്പ് കണ്ടുപിടിച്ചേ? ഉള്ള ബ്രേക്കപ്പ് ഈ പിടിച്ചുകൊണ്ട് വന്നത് എഞ്ചായിരിക്കണോ നിന്നെ എന്നൊക്കെ പറഞ്ഞ പരിപാടി ചെയ്ത്. എന്നാൽ നിങ്ങൾക്ക് വേണ്ടി ആമാശയത്തിൽ ഒരു ലെയർ അച്ഛനെ ആഡ് ചെയ്തിട്ടുണ്ട്. അവളുടെ ആമാശയം അത്രയും പോയില്ല, അതൊക്കെ ഇച്ചിരി ആഡ് ചെയ്തു. എന്നിട്ട് അവൾ പിടിച്ചോണ്ട് വന്നു. എണീറ്റിട്ടൊക്കെ ചെയ്യണം. അതാണ് പിടിച്ചോണ്ട് വന്നിട്ട് ഞാൻ പറയും, തല്ലാനും തോന്നണല്ലോ, വിളിച്ചോണ്ട് പോടാ, എവിടുന്ന വിളിച്ചോണ്ട് വന്നു വെച്ചാൽ കൊണ്ടുവിടാ അവളെ. ഓടി ഒന്നും പറയണ്ട നീ പൊക്കോ. ഇങ്ങനെയൊക്കെ ഒരു സാധനം. സെലക്ഷൻ കിട്ടിയോ? അല്ല, പടം നടന്നില്ല. പക്ഷെ പിന്നീടുള്ള ഓഡീഷൻസിൽ പിന്നെ എന്നോട് പലരും ചോദിക്കുമ്പോൾ ഒക്കെ ഞാനിത് പറഞ്ഞു കൊടുക്കും, ഇതൊരു നല്ല സാധനമാണ്. അപ്പോൾ എനിക്ക് ആ കുട്ടി എനിക്ക് തന്ന ഗിഫ്റ്റാണ് ഈ സാധനം. അത് ഞാൻ പലർക്കും പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. ഞാൻ ഇടയ്ക്ക് ഈ സ്കൂൾ കുട്ടികൾക്കൊക്കെ ആക്ടിങ് ക്ലാസ് ഒക്കെ എടുക്കാം. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നുണ്ടോ ആരെ? ആ കുട്ടി ഇപ്പോഴും? ഞാൻ നോക്കാറില്ല. ഓക്കെ, എന്തായാലും ഈ പോർഷൻ റീല് കട്ട് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ കൊളാബ് ഇട്ട് തരാം. വൈഫിന്റെ ഇൻസ്റ്റാ ഐഡി? വൈഫിന് വിഷയമേ ഇല്ല. അല്ല, അവള് വൈഫിന്റെ ഒരു പ്രത്യേകത കാർത്തിക. ഒന്നാള് സോഷ്യൽ വർക്കറാണ്, നേവൽ ബേസിൽ ജോലി തന്നെ കൗൺസിലിംഗാണ്, നേവിക്കാരെ കൗൺസിൽ ചെയ്യാം. ആള് അപ്പോൾ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഇപ്പൊ എനിക്കൊരു ഫോൺ പോലും നമുക്കൊരു അവളുടെ മുമ്പ് വെച്ചിട്ട് വേണം ആരോടും ചാറ്റ് ചെയ്യാം, നോ ഇഷ്യൂ. സീരിയസ്ലി നിങ്ങൾ ഞെട്ടും. ജാമ്യം ഇത് സത്യത്, നിങ്ങൾ ഞെട്ടും. ആള് ഭയങ്കര ആ ഒരു രീതിയിൽ എടുക്കണേ. ചേട്ടാ അതെ, ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യാന്ന് വെച്ചാൽ, ചേട്ടാ ആ പെണ്ണ് കണ്ടില്ല, ചേട്ടാ നിങ്ങൾ കണ്ടില്ലേ? ഞാൻ കണ്ടില്ലോ, ഞാൻ കണ്ടിട്ടുണ്ടാവും. അവളാണ് കാണിച്ചു തന്നെ. ഹിരണ്ടെന്ന് കണ്ടളവിലുണ്ടായ നിണ്ടൽ, അങ്ങനെയുണ്ടല്ലോ. അതെന്തിനോട് പറഞ്ഞത് എനിക്കറിയില്ല. എന്തായാലും ഞാൻ പറഞ്ഞു. അപ്പൊ ആളോട് ഞാൻ ഇത് ഈ സ്റ്റോറിയൊക്കെ പറഞ്ഞു. ആളിപ്പോ എന്നോട് പറഞ്ഞു, ഇത് നല്ലൊരു സാധനമാണ്, ഇത് അഭിനയിക്കുക, ഇത് നല്ല സാധനം. അപ്പൊ ഞാൻ ട്രെയിനിങ് ചെയ്യാൻ പോകുമ്പോൾ ഞാൻ ഈ സാധനങ്ങൾ ഇത് വീഡിയോ നമ്മൾ തമാശ കളഞ്ഞിട്ട് കേൾക്കുന്ന ആള് നമ്മുടെ ലൈഫായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയ അത് പറയേണ്ട ഒരു കാര്യം കൂടി ഉണ്ട്. അതും കൂടെ ഞാൻ ഈ സമയം പറയാൻ ഉപയോഗിക്കുകയാണ്. അത് ആക്ച്വലി ഞാൻ യോഗ ട്രെയിനറാണല്ലോ. ഞാൻ ഒരു സ്കൂളിൽ ട്രെയിൻ ചെയ്യാൻ ചെന്നപ്പോൾ എന്നെ വെൽക്കം ചെയ്തൊരു പെൺകുട്ടിയുണ്ട്, +2 കാരിയാണ്. പേര് ഞാൻ വിട്ടു, പെട്ടെന്ന് മറന്നു പോകുന്നത് തന്നെ ക്ഷമ ചോദിക്കുന്നു.
കുട്ടിയുടെ ഫാമിലിയോട് ക്ഷമിക്കും. ആ കുട്ടിയാണ് പാല സെന്റ് തോമസിൽ വെച്ചിട്ട് കഴുത്ത് കട്ട് ചെയ്ത് കാമുകൻ കഴുത്ത് കട്ട് ചെയ്ത് കൊന്നത് പെൺകുട്ടിയാണ്. മനസ്സിലായി. ഓർക്കണ്ടോ? 4-5 വർഷമായി. നമ്മുടെ ലൈക്കത്തോട് പോകുന്നിടത്ത് ആ കുട്ടിയുടെ വീട് വടയാറുകാരി പെൺകുട്ടിയാണ്. എനിക്ക് ഭയങ്കര ഷോക്കായി. ഇവളുടെ ഫോട്ടോ കണ്ടിട്ട് ഞാൻ ഞെട്ടി. അപ്പൊ അതിനുശേഷം ഞാൻ പോകുന്ന ഇനാഗ്രേഷൻ ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. അതുകൊണ്ട് അവളാണ് എന്നെ വെൽക്കം ചെയ്ത് സാറേ വാ അശോക് സാറ് പറഞ്ഞു. എന്നെ വേറെ സാറെ വിട്ടത്. അശോക് സാറ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എനിക്ക് യോഗ മാറ്റും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സ്പേസ് വിട്ടിരുന്നാണ് സാറ് ക്ലാസ് എടുക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു അവള്. അപ്പോൾ ആ കുട്ടീനെയാണ് കഴുത്ത് കെട്ടിയത് പോകുന്നത്. ഞാൻ അവിടെ പല സ്ഥലത്തും പോകുമ്പോൾ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, എനിക്ക് കഴുത്ത് കട്ട് ചെയ്യാനുള്ള സബ്ജക്റ്റ് ഉണ്ട്, എൻ്റെ ലൈഫിൽ നടന്നിട്ടുണ്ട്. ആസിഡ് ഒഴിക്കാനുള്ള സബ്ജക്റ്റ് വേണമെങ്കിൽ ചെയ്യാൻ പറ്റുന്ന അവസ്ഥകളുണ്ട്. ഇതൊക്കെ ചെയ്യുക എന്ന് പറയുന്നതല്ല സ്നേഹം എന്ന് പറയുന്നത്, അല്ലേ? ഇതൊക്കെ ചെയ്യലല്ല പ്രേമം. ഞാൻ സ്കൂളിലൊക്കെ ചെന്നിട്ട് കുട്ടികളോടൊക്കെ പറയുന്ന ഒരു കാര്യം, നിങ്ങൾ ആരെങ്കിലുമൊക്കെ പ്രേമിക്കുന്നുണ്ടാവും. അപ്പോൾ ഇവർ പെട്ടെന്ന് നമ്മളിലേക്ക് അട്രാക്റ്റ് ആവില്ല. ഒന്നും ഞാൻ അത്രത്തോളം ഫേമസ് ആയിട്ടുള്ള ആക്ടർ അല്ല. അപ്പോൾ അവർക്ക് ഞാൻ വരുന്നൊരു എക്സൈറ്റ്മെൻ്റ് ഒന്നുമില്ല. അപ്പം ഞാൻ പയ്യെ പ്രേമം പറഞ്ഞു തുടങ്ങും. എൻ്റെ പ്രേമങ്ങളും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങളൊന്ന് ഇളകും, ഒരാരവൊക്കെ അവിടെ നിന്ന് ഇവിടെ കേൾക്കും, വാ ഹൂ ഹാ ഹാ എന്നൊക്കെ പറയും. അപ്പോഴാണ് ഞാനിപ്പോൾ ഈ സബ്ജക്റ്റ് എടുത്തിട്ട് ആക്ച്വലി മനസ്സിലാക്കി. അത് ഇപ്പോൾ ഒരു മെസ്സേജ് പോലും കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുക. എല്ലാവർക്കും അവരുടേതായ വ്യക്തിത്വമുണ്ട്. ഇപ്പം ഞാൻ എന്നെ വേണ്ടാന്ന് വെച്ചിട്ട് പോയ കുട്ടിയാണ് ഞാൻ. വിനോദേട്ടൻ ഇനി എന്നാ രക്ഷപ്പെടണമെന്ന് എന്നോട് ചോദിച്ചത്. എൻ്റെ 28ാമത്തെ വയസ്സിലും ഞാൻ രക്ഷപ്പെടാതിരുന്നപ്പോൾ ഇനി നിങ്ങൾ എന്നാ രക്ഷപ്പെടുക എന്ന് ചോദിച്ചിട്ടാണ് ആൾ പോയത്. ആൾ സെയിം പാരലായിട്ട് വേറൊരു റിലേഷൻഷിപ്പ് കൂടെ ഉണ്ടായിരുന്നത് ഞാൻ പിന്നീട് അറിഞ്ഞു. അപ്പോഴും എനിക്ക് വലിയ വേദന തോന്നിയില്ല. അപ്പോൾ എനിക്ക് സങ്കടം ഉണ്ടായി, എനിക്ക് ഭയങ്കര പ്രശ്നമുണ്ടായി. ഞാൻ നേരെ ചെന്നത് ഒരു കൗൺസിലിംഗ് കോഴ്സ് പഠിക്കാനാണ്. അല്ലാതെ ഞാൻ നേരെ പോയിട്ടൊരു ബ്ലേഡും എടുത്തിട്ട് അവളെ കട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ആസിഡ് എടുത്ത് മുഖത്തൊഴിക്കാനോ അല്ല പോയത്, അല്ലേ? അപ്പോൾ ആ കുട്ടിക്ക് നമ്മളെ വേണ്ടാന്ന് തോന്നിയെടുത്ത് തീരണം. ഇപ്പം ഞാൻ കല്യാണം കഴിച്ച കുട്ടി കാർത്തിക, അവൾ നാളെ എന്നെ വേണ്ടാന്ന് തോന്നിയെടുത്ത ബന്ധം തീരണം. എനിക്ക് വേണ്ടാന്ന് തോന്നിയെടുത്ത് അത് തീരണം, അല്ലേ? അത് കല്യാണം കഴിച്ചു എന്നുള്ള താലി ഒന്നും ഒരു ബാധ്യതയാവരുത്. അതൊന്നും അല്ല യഥാർത്ഥ റിലേഷൻഷിപ്പ്. അപ്പോൾ എതിരാളിയെ തോൽപ്പിക്കുക അല്ലെങ്കിൽ നമുക്ക് കിട്ടാത്ത മറ്റൊരാൾക്ക് കിട്ടണ്ട എന്നൊരു തോന്നലിൽ നിന്നൊക്കെയാണ് ഈ കൊലപാതകത്തിലേക്ക് പോകുന്നത്. അതിലൊന്നും അല്ല റിവഞ്ച് എവിടെയാണ്? അതിൽ ബെറ്റർ ആയിട്ടുള്ളതിനെ നേടിയെടുക്കുമ്പോഴാണ്. ഇപ്പം ഞാൻ റിവഞ്ചാ, എൻ്റെ ഒരു മധുര പ്രതികാരങ്ങളാണ്. ഉണ്ണിമൂന്നർ ഫാനാണ് ആള്. ജയ് ഗണേഷ് കാണാതെ പോവാം. വിനോദ് ബോസ് ഇല്ലാണ്ട് ജയ് ഗണേഷ് ഉണ്ടോ? ദൃശ്യം 2 കാണാത്ത എത്ര പേരുണ്ട്? ദൃശ്യം 2 കണ്ട വിനോദ് ബോസിനെ കാണാണ്ട് പോവാം. ദൃഢം കണ്ടാലോ? വിനോദ് ബോസ് ഇല്ലാണ്ടുണ്ടോ ദൃഢം? അവിടെയാണ് റിവഞ്ച്. അവർ സിനിമാക്കാരാവണമെന്നല്ല, പല പ്രൊഫഷനായിരിക്കാം. അവർ സക്സസ് ആയിട്ട് ആ പോയിന്റ് കാണിക്കുക എന്നുള്ളിടത്താണ് അവന്റെ റിവഞ്ച്. നാളെ അത് ഓർത്ത് വിഷമിക്കുന്ന ഒരു ആളായി മാറട്ടെ ആ കുട്ടി, അല്ലെങ്കിൽ ആ ചെറുക്കനായിരിക്കും ചിലപ്പോൾ തെച്ചിട്ട് പോകണം. ഇന്ന് തന്നെ പോയിട്ട് കുറച്ച് യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിൽ റീൽ കട്ട് ചെയ്യണം. ശരിയല്ലേ ബ്രോ? എനിക്ക് എന്നെ എത്രത്തോളം വിഷമിപ്പിച്ചൊരു കേസില്ല ആ കുട്ടിയുടെ കേസ്. അതുകൊണ്ട് ആരും ഇനി അങ്ങനത്തെ പരിപാടികൾ ചെയ്യാൻ പറ്റില്ല. അവൻ പഞ്ചഗുസ്തി ചാമ്പ്യനാണ് ആ ചെറുക്കൻ. അവന്റെ കരിയർ പോയില്ലേ? ഏതൊരു നിമിഷം തോന്നിയാണ്. എനിക്കത് ഭയങ്കര കണക്ഷൻ. ഞാൻ ആ വീട്ടില് റിപ്പോർട്ടിങ്ങിന് പോയിട്ടുണ്ട്. ഈ ബോഡി കൊണ്ടുവരുന്ന സമയത്ത് റിപ്പോർട്ടിംഗ് ഉണ്ടായിരുന്നു. പെട്ടെന്ന് എനിക്ക് ആ വീട് അവിടെ അല്ലേ ഞാൻ ചോദിച്ചു. വടയാറ്. അപ്പം മോട്ടിവേഷൻ ആവട്ടെ, ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഇപ്പൊ പ്രേമം ഉണ്ടെങ്കിൽ നന്നായിട്ട് പ്രേമിക്കുക, ആ സമയത്തെ എൻജോയ് ചെയ്യുക, ആ സമയം എൻജോയ്മെന്റ്. സങ്കടം വിഷമമൊക്കെ ഉണ്ടാവും. ആ സങ്കടം വിഷമം വാശിയാക്കി മാറ്റിയാൽ നല്ല വാശി ആക്കാൻ പാടില്ല. ആ വാശി നേരെ കരിയറിലേക്ക് കൊണ്ടുവരിക. എന്താണോ ലക്ഷ്യം, ലക്ഷ്യം ഉണ്ടാക്കിയെടുക്കുക. ചുമ്മാ കാളമ്പോളം നടക്കുവാണെങ്കിൽ ഒരു ലക്ഷ്യം ഉണ്ടാക്കിയെടുത്ത് അതിനു വേണ്ടി പണിയെടുക്കുക. ലക്ഷ്യം പരാജയപ്പെട്ടാലും അങ്ങനെ ആയിരിക്കണം. ക്യാമറമാനോടാണ് പേര് പറയുന്നില്ല, രക്ഷപ്പെട്ടാ മതി. അതെ. ഞാൻ 1-2 പേരോട് പറഞ്ഞു, ഇപ്പൊ ബ്രേക്കപ്പ് ഒക്കെ ആയിട്ട് എന്നാലും ഞാൻ അങ്ങനെ. അപ്പൊ നീ തിരിച്ചാഗ്രഹിച്ച് നോക്കി, നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും അവൾ അർഹിക്കുന്നില്ല. അത്രയല്ലേ ഉള്ളൂ. അങ്ങനെ നീ എന്നാലും അവളെ എനിക്ക് കിട്ടാതെ പോയി തിരിച്ച് അവക്ക് നിന്നെ കിട്ടാതെ പോയിരുന്നു. അതല്ല എന്റെ പോയിന്റ്. ആക്ച്വലി നമ്മളെന്താ മൂളന്മാരാണോ, വഴി കിടക്കുകയാണോ? അല്ല, അങ്ങനെ എനിക്ക് ഒരു പ്രണയമല്ലായിരുന്നു. എനിക്ക് ഒരു സമയത്ത് ഒരു പ്രണയം സ്വാഭാവികം. അല്ല, ഇത് എന്റെ ഒരു കല്യാണത്തിന് തൊട്ട് മുമ്പുള്ള ഒരു പ്രണയം, ഒരു 6 വർഷത്തെ പ്രേമാണ് ഞാൻ ഈ പറഞ്ഞത്. അതിനുമ്പ് കോളേജിൽ എനിക്ക് 6 വർഷത്തിനിടയിൽ എത്ര ഇല്ല, വേറെ ഇല്ല. ഒറ്റ ടൈം ഒരാൾ. കോളേജിൽ എനിക്കൊരു അഫയർ ഉണ്ടായിരുന്നു. ആ ഒരു സമയം വേറൊരു പ്രായമാണ്. അതൊരു വേറെ അത് വേറെ. അവിടെ ഇതുപോലെ തന്നെയാ. അത് ജാതിയുടെ പേരും പറഞ്ഞിട്ട് പോയൊരു കേസാണ്. പക്ഷെ പിന്നീട് ആ ഒരു കോള് വന്നിട്ടുണ്ട്, സോറി പറഞ്ഞിട്ടൊരു കോള് വന്നിട്ടുണ്ട്. ഇവരായിട്ടൊന്നും കണക്ഷൻ ഇല്ലേ? ഇല്ല, കോണ്ടാക്ട് വെക്കാൻ കണക്ഷൻ വെച്ചാൽ പ്രശ്നം അറിയാവോ? അവർക്ക് ലൈഫില്ല, ഒരു ഫാമിലി. അല്ല, അതും പ്രശ്നം തന്നെ. ചുമ്മാ സൗഹൃദം വെച്ചെന്ന് വിചാരിച്ചോ, ഇതിന് ഡീറ്റെയിൽ അറിയാവുന്ന കുറെ ബന്ധുക്കൾ ഉണ്ടാവും.
അവർക്ക് ഒരു ചൊറിഞ്ഞോണ്ടിരിക്കും. ഓക്കെ. ഇപ്പൊ ഇത് കാണുമ്പോ തന്നെ ആ ചൊറിച്ചിലൊക്കെ എവിടെയെങ്കിലൊക്കെ അവർക്ക് ചെറിയും. ഞാൻ പറഞ്ഞു തന്നെ. ശരി, അവരൊന്നും കാണില്ല. അപ്പൊ ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ട്. നീ സോറി പറഞ്ഞില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ചിലപ്പോൾ വിളിച്ചിട്ട് നമ്മുടെ ഫേസ് ഒക്കെ കാണുമ്പോൾ കളയുമായിരിക്കും. അറിയില്ല, അങ്ങനെ ആവാൻ വഴിയില്ല. നന്നാവുന്ന ആർക്കും ഇഷ്ടമല്ലെന്നേ. നിങ്ങൾ പറഞ്ഞില്ലേ അവരാ പടമൊന്നും കണ്ടിട്ടുണ്ടാവില്ലല്ലോ. അതുകൊണ്ടാവും കേട്ടോ. അവണ്ടോ എന്നാ കാണണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ടാവും. വേണ്ട, പക്ഷെ ഞാൻ വിശ്വസിക്കുന്ന എന്നെ കണ്ടു, എന്റെ സംതൃപ്തി, ഐ എം വെരി ഹാപ്പി. നീ കണ്ടില്ലെങ്കിലും വിഷയമില്ലെന്ന്. ഞാൻ എന്റെ കരിയറിൽ ഫോക്കസ്ഡ് ആണ്. നമ്മൾ ഇങ്ങനെയാണോ പോണേ? ഇങ്ങനെയല്ല, ഇങ്ങനെയാണോ പോണേ? ഈവൻ എൻ്റെ തുടക്കം എന്ന് പറഞ്ഞാൽ പിഷാരടി, രമേഷ് പിഷാരടിയാണ് എൻ്റെ ചേട്ടനാണ് എൻ്റെ വീടിനടുത്തുള്ള ഏക സിനിമ നടൻ. അന്ന് സിനിമയിൽ മോൻ കാണിച്ചിട്ടുള്ള ആളാണ് ഞാൻ ഇറങ്ങുന്ന സമയത്തുള്ളൂ. ആ ആളുടെ പേരല്ലാണ്ട് എനിക്കൊരു സിനിമയുടെ ആ 3 അക്ഷരം അല്ലാണ്ട് വേറെ ആരും അറിയില്ലാന്നേ. അവിടുന്ന് തുടങ്ങിയ വിനോദ് ബോസ് ഇപ്പൊ ഇവിടം വരെ എത്തി നിൽക്കുന്നില്ലേ? അതിന് ഇതൊക്കെ ഇവരൊക്കെ വളാണ്. ചീഞ്ഞിട്ടുണ്ട് അവരൊക്കെ, ഞാൻ വളായിട്ടുണ്ട്. കഷ്ടപ്പെട്ടാൽ അല്ല, ഇതൊക്കെ പറഞ്ഞാൽ എന്റെ വിഷമമല്ല ഞാനീ പറഞ്ഞത്. ഇതൊക്കെ ഈ വരുന്ന തലമുറ അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഞാൻ ഏറ്റവും കൂടുതൽ പറയണേ, ലഹരിയൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവും അവര്. അതിന്റെ ഒന്നും പേരിൽ ആരുടെ ലൈഫുകളെ ഒരു പെണ്ണാണിനെ ഇതുപോലെ കൊല്ലാൻ പാടില്ല. അങ്ങനെ ഉണ്ടായല്ലോ ഇവിടെ പല കാര്യങ്ങളും. കൊല്ലാനും പാടില്ല, കേസിപ്പെടുത്താനും പാടില്ല. മെയിനായിട്ട് അത് പറയണം. ആവശ്യമില്ലാത്ത കേസിൽ, ആവശ്യമുള്ളതാണ് പെടുത്തട്ടെ, ആവശ്യമില്ലാത്ത കേസിൽ പെടുത്താൻ പാടില്ല. അതുപോലെ തന്നെ തിരിച്ചും നിങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എൻജോയ് ചെയ്ത നിമിഷങ്ങൾ രണ്ടുപേരുടെ സംഭവത്തോട് ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രേമിക്കുന്ന സമയം ഒരു എൻജോയ്മെന്റ് ആണല്ലോ. അത് ആ സമയം എൻജോയ് ചെയ്യുക. ഞാൻ ഈ നിമിഷത്തിൽ വിശ്വസിക്കുന്നതാണ്. ഇപ്പൊ നമ്മൾ എൻജോയ് ചെയ്ത് സംസാരിക്കണം അല്ലേ? അങ്ങനെ തന്നെ പോവാ, എല്ലാ കാര്യങ്ങളും എൻജോയ് ചെയ്ത് പോവാ. അതിനപ്പുറം അത് കീപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ ആ എൻജോയ്മെന്റ് കിട്ടാതെ വരുമ്പോൾ അത് ഇനി അന്ന് എന്നോട് ഇങ്ങനെ ഈ എൻജോയ്മെന്റ് കഴിഞ്ഞിട്ട് ഞാൻ ഉച്ച കഴിഞ്ഞിട്ട് ഞാൻ വിനോദ് ബോസിന്റെ ഇന്റർവ്യൂ എടുത്തല്ലോ എന്ന് വെച്ച് 10 ദിവസം പോയാൽ ചാനലിൽ അരി പോകയില്ല. ഇനിയും പ്രതീക്ഷിക്കുന്നു. അല്ല, അങ്ങനെയല്ല, ഞാൻ പറഞ്ഞല്ലേ, ഞാനിന്ന് ഇപ്പൊ വിനോദ് ബോസിന്റെ ഇന്റർവ്യൂ എടുത്ത് നമ്മളിപ്പോ ഉച്ചയ്ക്ക് ചോറിന സമയമായി, ചോറ് കൊണ്ടിട്ട് ഞാൻ ഉറങ്ങാൻ പോവാണ് കേട്ടോ, എന്റെ പണി കഴിഞ്ഞു എന്ന് പറഞ്ഞ് പോയാൽ നാളെ അടുത്ത ദിവസം പോകാൻ വീഡിയോ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതാണ്. അപ്പൊ ലൈഫ് ഉണ്ടാവില്ല. അതോടെയാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്.